അപ്പോൾ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഒരുപാട് ഈ ക്യാൻസറിൻ്റെ ക്യാൻസർ കൂടി വരാനുള്ള കാരണമായി. ഇപ്പോൾ ഭൂമിയിലാണെങ്കിൽ ഭൂമിയെ ഏറ്റവും എന്താ പറയുക വിഷമയമാക്കിയത് തീർത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കെമിക്കൽസ് എല്ലാം തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിധിവരെ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഇതിനെ ഒന്നുമില്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ആളുകളെല്ലാവരും ഇതിനെപ്പറ്റി ബോധവാന്മാരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. ജീവിത നിലവാരം കൂടുന്നതിനനുസരിച്ചിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എഫ്ലുവൻസ് പിന്നെ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മുടെ ഉപഭോഗം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂം ചെയ്യാണ്, നമ്മൾ ദേഹം അനങ്ങിയിട്ട് പണിയെടുക്കുന്നതില്ല. അതേസമയം നമുക്ക് എല്ലാം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ മേലനങ്ങാണ്ട് നമുക്ക് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ ക്യാൻസർ. അപ്പം ഈ മാനസിക നില നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നിടത്തോളം നമുക്ക് അസുഖം ഉണ്ടാവില്ല. അത് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം. ലുക്കീമിയക്ക് ഇപ്പം വന്നിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മുമ്പത്തെ ട്രീറ്റ്മെൻറ്റിനെ കാട്ടിയും വളരെ മുന്നിലാണ് എന്ന് വിചാരിക്കുക. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും മനസ്സ് പിടയ്ക്കുകയും ഞാനത് പറയാൻ രോഗിയോട് പറയുന്നത് തന്നെ വളരെ വിഷമത്തോട് കൂടിയിട്ട് വേണം പറയാം. അത് എന്നിലുണ്ടാക്കുന്ന വിഷമം എന്ന് പറയുന്നത് വളരെ വളരെ ഇതാണ്. ഞാൻ ഇപ്പോഴും പേടിക്കുന്നൊരു കാര്യം അതാണ്. നമസ്കാരം. ക്യാൻസർ ഇന്ന് ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമാണ്. ഒരു അർബുദ ചികിത്സനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലെത്തുന്ന രോഗിക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറെ ശ്രമകരവും. ഈ ദൗത്യം വളരെ വിജയകരമായി തുടർന്നു വരുന്ന ഒരു ചികിത്സകനാണ് ഇന്ന് കേരളീയം ടോക്കിൽ. തൻ്റെ മുന്നിലെത്തുന്ന ഓരോ രോഗിയും ഓരോ പ്രപഞ്ചമാണെന്ന് തിരിച്ചറിയുന്ന, രോഗനിർണയത്തിന് ശേഷം മരുന്ന് കുറിച്ച് നൽകി ചികിത്സ തുടരുന്നതിനോടൊപ്പം രോഗികളുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാൻ സമയം കണ്ടെത്തുന്ന, ശരിയായ ആഹാരമാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിയ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ആണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ക്യാൻസർ രോഗത്തെക്കുറിച്ചും തൻ്റെ ചികിത്സാ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായുള്ള MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു, പിന്നീട് കോഴിക്കോട് തന്നെ മറ്റു പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു, ഇപ്പോൾ MVRൽ ജോലി ചെയ്യുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കാര്യത്തിൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സാധാരണത്തിൽ ഡോക്ടറുടെ അരികിലെത്തുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു രോഗിയെ സംബന്ധിച്ച് അയാളുടെ രോഗവിവരങ്ങൾ അറിയുന്നതിനപ്പുറത്തേക്ക് അയാളുടെ പശ്ചാത്തലം, അയാളുടെ മാനസിക സംഘർഷങ്ങൾ, സാമൂഹ്യ പശ്ചാത്തലം, ഇതൊക്കെ അറിയുന്നതും പ്രധാനമാണല്ലോ. ഈ ഡോക്ടർ രോഗി ബന്ധത്തിൽ അങ്ങനെ ഒരു ക്യാൻസർ ചികിത്സകൻ എന്ന രീതിയിൽ ഇടപെടുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അത് വലിയൊരു പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഈ രോഗിയുടെ കുടുംബ പശ്ചാത്തലം അറിയാതെ ചികിത്സിക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ വളരെ ഒരു പഴയ ചിന്താഗതിയിൽ ആണ് ഞങ്ങളുടെ ഒക്കെ MBBS വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ MBBS പഠനകാലത്ത് നമ്മൾ രോഗികളുമായിട്ട് എത്രത്തോളം അടുത്തിടപഴകുന്നോ അത്രത്തോളം നമുക്ക് രോഗികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് നമ്മളുടെ ആ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പഠിച്ച കാലം എന്ന് പറയുന്നത് 1980 കാലങ്ങളിലാണ് ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതൊന്ന് മാറിയിട്ട് ഇപ്പം 2020 മേലേക്ക് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസത്തിലെല്ലാം പിന്നെ ചികിത്സാ രംഗത്തും ഒക്കെ കൈയടക്കിയിട്ട് പോകുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ വന്ന് ഈ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് രോഗി ഡോക്ടർ ബന്ധം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒക്കെ എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. നമ്മൾ രോഗിയുടെ പശ്ചാത്തലം, കുടുംബ ചരിത്രം,
രോഗി താമസിക്കുന്ന ചുറ്റുപാടുകൾ, രോഗിയുടെ സാമ്പത്തിക കഴിവുകൾ, അല്ലെങ്കിൽ രോഗിയുടെ പിന്നെ മുൻകാലങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ മാത്രമേ രോഗി ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്ന ജോലികൾ, ഇതെല്ലാം ഈ ചികിത്സക്കും രോഗനിർണയത്തിനും രോഗചികിത്സക്കും ഒക്കെ അത്യാവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒന്നും കൂടി പ്രധാനപ്പെട്ടതാണ് ഒരു ക്യാൻസർ ചികിത്സയിൽ. അത് രോഗിയുമായിട്ടുള്ള ബന്ധം വെക്കുന്നതിന് മാത്രമല്ല, രോഗിയുടെ മനസ്സിലേക്ക് എന്താ പറയുക കടന്നു ചെന്ന് രോഗീൻ്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ട് ചികിത്സയിലേക്ക് പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ രോഗിയുടെ മനസ്സ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മാതിരി രോഗിയുടെ ശരീരവും ചികിത്സയോട് പ്രതികരിക്കും. പ്രത്യേകിച്ച് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ടതായിരിക്കും അല്ലേ? അതെ. ഞാൻ പലപ്പോഴും പറയണ്ട, ഞാൻ പിന്നെ ഈ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ള ഐതിഹ്യമാലയിൽ ഒരു നല്ല 50% സ്റ്റോറീസും ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസാണ്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ കൺട്രോളാണ് ഇത്. അപ്പം രോഗിയുടെ പശ്ചാത്തലം അറിയാതെ നമുക്ക് ഒരിക്കലും ചികിത്സ നടത്താൻ ആരും ശ്രമിക്കരുത്. ഒന്ന്, രോഗിയുടെ ആ പശ്ചാത്തലം അറിയുമ്പോൾ നമുക്ക് രോഗിയുടെ എന്തുകൊണ്ട് രോഗിക്ക് ആ അസുഖം വന്നു എന്നറിയാൻ പറ്റും, എന്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്കതിന് രോഗിനെ സഹായിക്കാൻ പറ്റും എന്നറിയും. അതുപോലെ തന്നെ ഈ രോഗിയുടെ രോഗിക്ക് എത്രത്തോളം സാമ്പത്തിക നിലയുണ്ടെന്നും ആ സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ചികിത്സിച്ച് ശരിയാക്കി എടുക്കാൻ പറ്റും ഒക്കെ അറിയാൻ പറ്റും. ആ കുടുംബ പശ്ചാത്തലം, പിന്നെ രോഗിയുടെ അന്തരീക്ഷവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ അറിയാതെ നമ്മൾ ചെയ്യരുത്. ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സയല്ല മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും പേഴ്സണലൈസ്ഡ് കെയറാണ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ പിന്നെ അസുഖത്തിന്റെ പ്രത്യേകതകളല്ല മറ്റൊരു രോഗിക്കുള്ളത്. ഓരോ രോഗമല്ല, ഒരേ രോഗം തന്നെ പല രോഗങ്ങൾ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ശ്വാസകോശത്തിന്റെ ക്യാൻസർ എടുക്കുക. ആ ശ്വാസകോശത്തിന്റെ ക്യാൻസർ സ്റ്റേജ് ഒരേന്ന് വിചാരിക്കുക, ഒരേ വയസ്സ്, ഒരേ സ്റ്റേജ് ഒക്കെയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഒരു രോഗിയുടെ ആ ക്യാൻസർ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല മറ്റേ രോഗിയുടെ അതേ സ്റ്റേജിലുള്ള അതേ പ്രായത്തിലുള്ള വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഈ ക്യാൻസർ മാറുന്നു. ഓരോ ശരീരവും യൂണീക്ക് ആയിരിക്കും. അപ്പൊ അതിന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നാണ് പറയുക. ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ശരിക്കും മോളിക്കുലാർ ലെവലിലുള്ള ചേഞ്ചസിനെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അത് ഒരു പരിധി വരെ ഈ രോഗിയുടെ പശ്ചാത്തലവും രോഗിയുടെ സാമൂഹിക ചുറ്റുപാടുകളും അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില്ലാതെ പറ്റില്ല. പിന്നെ രോഗിക്ക് ഡോക്ടറുമായിട്ട് നല്ല ബന്ധം വേണം, രോഗിക്ക് ഡോക്ടറിൽ നല്ല വിശ്വാസം വേണം. അപ്പൊ അതിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം ഡോക്ടറുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാനും പാടില്ല. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചികിത്സ നമുക്ക് ഫലപ്രദമാണ്. അപ്പം നമ്മൾ രോഗിയുടെ ഈ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ കാണാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു മരുന്ന് എഴുതി കൊടുത്തിട്ട് ഇത് ചെയ്യുക അങ്ങനെയല്ല. ഇപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കും, സാർ പിന്നെ എന്തൊക്കെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഒരു മരുന്ന് ചെയ്യരുത്. ഇതിനുള്ളൊരു സമയം കണ്ടെത്തുക പ്രധാനം. അത് ഭയങ്കര പ്രധാനപ്പെട്ട. ഒരിക്കലും നമ്മളെ ചെയ്യരുത്. ഇനി ക്യാൻസറിനെ പറ്റി നമുക്ക് അടിസ്ഥാനപരമായി അറിയുന്ന ഒരു കാര്യം, ശരീരത്തിലെ കോശങ്ങളുടെ അസാധാരണമായ പെരുക്കത്തിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം. അതേസമയത്ത് അതിന്റെ വ്യാപന തോത് നോക്കുമ്പോൾ അതൊരു ജീവിതശൈലി രോഗമായി മാറി എന്ന് പറയേണ്ടി വരുമോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കോശത്തിൻ്റെ അനിയന്ത്രിതമായ വളർച്ച, അത് പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങനെ വളരുന്നു, പെരുകുന്നു, അത് പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കോശം എന്തുകൊണ്ട് അനിയന്ത്രിതമായി അല്ലെങ്കിൽ ആ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളത് അതിന് കാരണം ജനിതകമായിട്ടുള്ള മാറ്റമാണ്. ഈ ജനിതക മാറ്റത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അതൊരു ബാലൻസിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ജനിതക മാറ്റം, ക്യാൻസറിന് അനുകൂലമായിട്ടുള്ള ജനിതക മാറ്റം ഉണ്ടാക്കുന്ന ജീനുകളുണ്ട്.
ഉണ്ട്. അതേമാതിരി ഈ ജനിതക മാറ്റം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജീനുമുണ്ട്, ക്യാൻസറിനെ തടയുന്ന രണ്ടും ഒരാളുടെ ശരീരം. അതൊരു മെക്കാനിസമാണ്, ഒരു സേഫ്റ്റി മെക്കാനിസമാണ്. അപ്പം ഈ സെല്ലുകളുടെ നോർമൽ പ്രവർത്തനത്തിൽ ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് എപ്പോൾ എങ്ങാനും പ്രൊമോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ജീനുകൾ. സാധാരണഗതിയിൽ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനും ക്യാൻസറിനെ തടയുന്ന ജീനും ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. അപ്പം ആ ബാലൻസ് എപ്പോഴെങ്കിലും തെറ്റുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ക്യാൻസർ വരും. അപ്പം ആ ബാലൻസ് എപ്പോഴാണ് തെറ്റുക? ഒന്നിക്കൽ ഈ ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജീൻ കൂടുതൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ക്യാൻസറിനെ തടയുന്ന ജീൻ പരാജയപ്പെടുക. ഇത് ചെയ്യുന്നത് നമ്മുടെ ജീവിത ശൈലികളാണ്. മനസ്സിലായി? അവിടെയാണ് ഈ ജീവിതശൈലിയുടെ പ്രാധാന്യം വരുന്നത്. അപ്പം നിങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ടാവും, പിന്നെ എല്ലാവരും പറയുന്നുണ്ടാവും, നമ്മുടെ 85 വയസ്സായി ആശാന് നമ്മുടെ നെയ്ബർക്ക് ഫുൾ ടൈം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം കള്ളുകൂടിക്കാണ്ട് വീട്ടിൽ വരില്ല, ഫുൾ ടൈം പുകവലിച്ചുകൊണ്ടാണ് നടക്കുന്നത്, ഒരു പ്രശ്നം ഉണ്ടായാലും അടിച്ചു പൊളിച്ച് ഇത്രയും കാലം ജീവിച്ചു. അതേസമയം നിങ്ങളുടെ ഒരു കൊളീഗ് 40 വയസ്സേ ഉള്ളൂ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യില്ല, അദ്ദേഹം പരമസാത്വികൻ, ഒരു പുകവലിക്കുന്ന ആൾക്കാരെ നോക്കുക പോലുമില്ല, പക്ഷെ ക്യാൻസർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലാണെന്ന് പറയുന്നു. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ജീനുകളുടെ പരാജയമാണ്. ഈ ജീനുകളിലെ വേണ്ട ജനിതകപരമായ. അപ്പൊ ആ ജീനുകളിലെ അകത്ത് വന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹത്തിന് ദുശ്ശീലങ്ങൾ, മറ്റേ ദുശ്ശീലങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനുള്ള ജീൻ ഭയങ്കര സ്ട്രോങ് ആണ്. അതെ. ഈ നമ്മുടെ സാത്വികന്റെ ജീൻ വളരെ മോശമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുശ്ശീലങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ക്യാൻസർ വരാൻ കാരണം. അപ്പൊ അത് നമുക്കത് അറിയാൻ ഒക്കില്ല. പകരം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഈ ക്യാൻസറിനെ, ഈ ജീനിനെ വീക്കനാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് ജീവിതശൈലി. അപ്പം ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഒരുപാട് ഈ ക്യാൻസറിൻ്റെ ക്യാൻസർ കൂടി വരാനുള്ള കാരണമായിട്ടുണ്ട്. ഈ ക്യാൻസറിൻ്റെ വ്യാപനം വളരെ കൂടി എന്ന് പറഞ്ഞല്ലോ. അപ്പം അത് വ്യാപനം എന്നല്ല പറയാം അതിന്, പക്ഷേ ക്യാൻസർ കൂടുതൽ ആളുകൾക്ക് ഇപ്പം ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നതിനുള്ള ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പണ്ട് നമ്മുടെ ഒരു ശരാശരി ഇപ്പോൾ ഒരാൾ ജീവിക്കാൻ സാധ്യതയുള്ള പീരീഡ് എന്ന് പറയുന്നത് ഒരു 60 വയസ്സ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 40 വയസ്സ് 45 വയസ്സായിരുന്നു. ഇപ്പം അതൊരു 60 വയസ്സ് വരെയൊക്കെ ഇന്ത്യയിലത്തെ പല ഇതിലും ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ 70 വയസ്സിന് മേലെയാണ്, ഏകദേശം 80 വയസ്സിലെത്തി നിൽക്കുന്നു. അപ്പോൾ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ജനിതക മാറ്റം ഉണ്ടാകാനുള്ള, ഒരു വ്യക്തിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും. അപ്പം ക്യാൻസറും കൂടും. ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ തന്നെ ക്യാൻസർ വ്യാപനത്തെ തടയാനുള്ള ജീനുകളുണ്ട്, അല്ലെങ്കിൽ സംവിധാനമുണ്ട്. ശരീരം തന്നെ ആ രീതിയിൽ ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിനെ ശാക്തീകരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമല്ലേ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം. ഇതിന്റെ അഭാവം ഇന്ന് നമുക്കറിയാം. ഭക്ഷണം വളരെയേറെ, ഭക്ഷണം മാത്രമല്ല വായുവും വെള്ളവും എല്ലാം വിഷലിപ്തമായി കഴിഞ്ഞു. അപ്പൊ ഇതുകൂടി നമ്മുടെ അതുകൊണ്ട് കൂടി ആയിരിക്കില്ല ഒരു പക്ഷേ ഡോക്ടർ തന്നെ സ്വന്തമായി ജൈവ കൃഷിയിലൊക്കെ തിരിയുന്ന ഒരു സംഗതി ഉണ്ടായത്. അത് ഈ പറഞ്ഞ 3 ഘടകങ്ങള്, അത് നമ്മുടെ എല്ലാ ഇതിൻ്റെ അതിപ്പം ആയുർവേദത്തിന്റെ ഫണ്ടമെന്റൽസ് നോക്കിക്കഴിഞ്ഞാലും ഇത് ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ജീവജാലങ്ങളുടെ നമ്മുടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഈ 3 കാര്യങ്ങളാണ്. അന്നമയ കോശം, പിന്നെ അന്നമയ കോശം, പിന്നെ അതായത് ഈ വായു, ജലം, ഭൂമി, ഇത് 3ഉം കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, മനുഷ്യന്റെ ആരോഗ്യം നിയന്ത്രിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ. അതെ, പഞ്ചഭൂതങ്ങൾ. അപ്പൊ ആ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും, മോഡേൺ മെഡിസിന്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഇത് താരതമ്യം പ്രാപിച്ചു പോകാനുള്ള കാര്യങ്ങൾ കാണാം. അപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ശ്വാസകോശ ക്യാൻസറുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മറ്റേ വായു മലിനീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. വായു മലിനീകരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? നമുക്ക് ഇത്രയധികം ഓട്ടോമൊബൈൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വായു മലിനീകരിക്കപ്പെട്ടത്. അതുകൂടാതെ നമുക്ക് പല പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷം മൊത്തത്തിൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മലിനീകരിക്കപ്പെടുന്ന
കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ആ വൃക്ഷങ്ങൾ ഇതിലെ ഈ കാർബൺ ന്യൂട്രലൈസ് ചെയ്യുകയും മറ്റേ അന്തരീക്ഷം ഏത് നേരവും ശുദ്ധമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അതിനെ നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ഈ ബാലൻസ് കംപ്ലീറ്റ് പോയി. അപ്പം നമുക്ക് ഒരു ഭാഗത്ത് മോട്ടോർ വാഹനങ്ങളുടെ പുകയുടെ വ്യാപ്തി കൂടി വരികയും ഇതിനെ സംരക്ഷിക്കേണ്ടിയിരുന്ന മരങ്ങളെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ അന്തരീക്ഷം മുഴുവനായിട്ട് പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അപ്പം നമ്മൾക്ക് അത് അവിടെ അങ്ങനെ വന്നു. പിന്നെ നമ്മുടെ ജലം ശുദ്ധജലത്തിൻ്റെ അഭാവം പല കാരണങ്ങൾ കൊണ്ടും ക്യാൻസർ ഉണ്ടാക്കുന്നത് തെളിയിച്ചിട്ടുണ്ട്. ഇതൊരു കൺസെപ്റ്റ് അല്ല, ഇത് ശരിക്ക് പിന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ഫാക്റ്റാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ക്യാൻസർ ആയിരുന്നു ആമാശയ ക്യാൻസർ. ശ്വാസകോശ ക്യാൻസറിനെ കാട്ടിയും കൂടുതൽ ആമാശയ ക്യാൻസർ ഉണ്ടായിരുന്നു. ഈ ആമാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു വൺ ഓഫ് ദ റീസൺസ്, അത് ഇതുകൊണ്ട് മാത്രമാണെന്നല്ല പറഞ്ഞത്, ഈ പിന്നെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ വയറ്റിൽ പോവുകയും അവിടെ അൾസർ ഉണ്ടാക്കുകയും അത് വളരെ അൾസർ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന സാധനം, ഈ ബാക്ടീരിയ എങ്ങനെയാണ് വ്യാപനം നടത്തുന്നത് വെച്ചാൽ അത് ജലത്തിനെ കൂടിയാണ്. നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തുന്ന ജലം മലിനീകരിക്കപ്പെടുമ്പോഴാണ് ഇതിനാണ്. ഈ ജലം മലിനീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മതിലുള്ള ഫീക്കൽ മാറ്റർ കൊണ്ടോ അങ്ങനത്തെ ഇതുകൊണ്ടോ അല്ല. ഇത് നമ്മൾ ഈ പല നമ്മൾ കണ്ടിട്ടുണ്ടാകും. പല പിന്നെ രീതിയിൽ നമ്മൾ റോഡ് സൈഡിലുള്ള ചായക്കടകൾ, തട്ടുകടകൾ, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വീണ്ടും വീണ്ടും വെള്ളം മറ്റേ കഴുകുകയും മറ്റേ ഇത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൂടെ വളരെ വളരെ ഇതായിട്ട് വ്യാപിച്ചു പോകുന്ന ഒരു ബാക്ടീരിയ ആണത്. അപ്പോൾ ആ ശുദ്ധജലത്തിൽ അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണമോ അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ അഭാവം ഒക്കെ ഒരു കാലത്ത് നമ്മുടെ ഇതിനുണ്ടാവുകയും 10-25 കൊല്ലം കൊണ്ട് അതിൻ്റെ നമുക്ക് ഒരു പരിധി വരെ മോചനം വരികയും ചെയ്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ആമാശയ ക്യാൻസർ കുറഞ്ഞത്. ഇപ്പം കുറവാണ്. ഇപ്പം മറ്റേ എല്ലാ ശ്വാസകോശ ക്യാൻസറിനെക്കാട്ടിയും കുറവാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ എച്ച് പൈലോറി ആണ് ആമാശയ ക്യാൻസറിന്. ഈ എച്ച് പൈലോറി പകരുന്നത് ഈ ജലത്തിലെ കൂടിയാണെന്നും മനസ്സിലാക്കാം. അപ്പം നമുക്ക് ശുദ്ധജലത്തിൻ്റെ പോരായ്മ അത് ഏത് തരത്തിലായി കഴിഞ്ഞാലും അത് ക്യാൻസറിന് കാരണമാകും. അപ്പം എല്ലാം തന്നെ അന്തരീക്ഷം അതെ, ഭൂമി അതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഭൂമിയിലാണെങ്കിൽ ഭൂമിയെ ഏറ്റവും വിഷമയമാക്കിയത് തീർത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കെമിക്കൽസ് എല്ലാം കൂടിയാണ്. അപ്പോൾ അതിനൊരു പരിധിവരെ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഇതിനെ ഒന്നുമില്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ആളുകളെല്ലാവരും ഇതിനെപ്പറ്റി ബോധവാന്മാരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. പക്ഷെ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇടയിൽ രോഗം വർദ്ധിച്ചു വരുമ്പോൾ ചികിത്സ തേടാൻ കഴിയാത്തവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അത്യാധുനിക ആശുപത്രികൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ഈ രോഗം എങ്ങനെ വരാതിരിക്കാം? ഇപ്പൊ കിഡ്നി രോഗത്തിന് വേണ്ടി ഒരുപാട് ഡയാലിസിസ് സെന്ററുകൾ തുറക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ രോഗത്തിന്റെ യഥാർത്ഥ കാരണം അറിഞ്ഞ് അതിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ ജൈവകൃഷിയിലേക്കോ അല്ലെങ്കിൽ പരിസരം ശുദ്ധിയാക്കുന്നതിലേക്കോ ശുദ്ധമായ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലേക്കോ മലയാളി സമൂഹം പോകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ദുരന്തമല്ലേ? വളരെ കാര്യം. നമുക്കൊന്നും തന്നെ ഒരു ലോങ് ടേം പ്ലാനിങ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ റോഡുകൾ തന്നെ ഇപ്പോഴാണ് നമ്മൾ കുറച്ച് വൈഡൻ ആവുന്നത്. ഒരു കാലത്ത് നമുക്ക് കമ്പ്യൂട്ടറുകളോട് ഭയങ്കര ദേഷ്യമായിരുന്നു നമ്മൾ, അല്ലേ, മനസ്സിലായില്ലേ? അപ്പം അതേമാതിരി റോഡുകൾ ഇപ്പോഴാണ് നമ്മൾ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും അതായത് ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെയും ഒരു ഇതിൻ്റെയൊക്കെ പിന്നെ സമയത്തിൻ്റെയൊക്കെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പക്ഷേ ഇതിനൊക്കെ മനസ്സിലാക്കി വരാൻ വേണ്ടി 25-50 കൊല്ലം എടുത്തു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പം അങ്ങനത്തെ ഒരു ഇവിടെ ചേഞ്ചസ് വളരെ വളരെ സ്ലോ ആണ്. നമ്മളൊരു പെട്ടെന്ന് ഇപ്പം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതിനോട് റെസ്പോണ്ട് ചെയ്യാന്നല്ലാതെ ഒരു ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കാനോ ഒന്നും തന്നെ നമ്മൾ തയ്യാറില്ല. അപ്പം നമ്മൾ ഒരു തീരെ ഇനി മുന്നോട്ട് പോവില്ല കാര്യങ്ങളെന്ന് പറയുമ്പോഴും മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെടുകയുള്ളൂ, പ്രതികരിക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാം അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പം മലയാളി സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും കുറുക്കു വഴികൾ നോക്കുന്ന ആളുകളാണ് എപ്പോഴും ഉള്ളത്. അപ്പം പെട്ടെന്ന് തൽക്കാലമായിട്ട്
നമ്മളിപ്പം വീട് ചോരുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മളൊന്ന് വെച്ചിട്ട് ഇത് ചെയ്യാന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കാണുകയോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും നമ്മുടെ സ്വഭാവത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ അതുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പം ഭക്ഷ്യക്ഷാമം നമ്മൾ ഒരു പരിധിവരെ ശരിയാക്കിയിരുന്നത് നമ്മൾ പുതിയ രീതിയിലുള്ള കൃഷി രീതികളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷനാണ് ഈ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷേ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്, ആരോഗ്യം പിന്നെ നല്ലപോലെ ആരോഗ്യത്തിന് പറ്റിയ ഒരു സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എല്ലാ രീതിയിലും ഓർഗാനിക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രൊഡക്ഷനും ഒരു പ്രശ്നമാവില്ല. അതാണ് ലോക്കൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് പ്രൊഡക്ഷന് പകരം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടും, പിന്നെ ഈ പൊതുവായിട്ട് ഇത് കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലഭൂയിഷ്ടി തിരിച്ചെടുക്കാനും ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മളിപ്പോ ഒരു പിന്നെ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു ഏക്കറയിൽ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ പറയുമ്പോൾ അതൊരു ശരിയായ ഒരു ഓർഗാനിക് ആവുന്നില്ല. അതാണ് പിന്നെ ഫലഭൂയിഷ്ടമാവുന്നില്ല മണ്ണ്. അതൊക്കെ കൊണ്ടായിരിക്കാം ഇത് വരുന്നത്. അതേപോലെ ഡോക്ടർ ഒരുപാട് രോഗികളെ ചികിത്സിച്ച് പരിചയമുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും സാമൂഹിക സാമ്പത്തിക ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ എന്തെങ്കിലും ക്യാൻസർ രോഗം കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തൊഴിൽ ചെയ്തു വരുന്ന ആളുകളിൽ ക്യാൻസർ രോഗം കൂടുതലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തൊഴിലായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ സാമൂഹിക പശ്ചാത്തലങ്ങളിലൊന്നും തന്നെ വലിയ വ്യത്യാസമല്ല. ഒരുപാട് പണ്ട് കാലങ്ങൾ പറഞ്ഞിരുന്നു മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ളവർക്ക് കൂടുതൽ അവരുടെ ഭക്ഷണ രീതി അങ്ങനെയാണ്. ഈവൻ മുസ്ലിം അങ്ങനെ ധാരാളം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ വേറെ ഇപ്പം മറ്റേ സൗത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻസിനാണ് കൂടുതൽ, ഒട്ടുമല്ല. അങ്ങനെ ആ രീതിയിലുള്ള നമ്മൾ ധാരാളം സ്റ്റഡീസും ഉണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ ഓരോ ഇപ്പം ജെൻഡർ ഡിഫറൻസ്, അതായത് ആണുങ്ങൾക്ക് കൂടുതലാണോ പെണ്ണുങ്ങൾക്ക് കൂടുതലാണോ, ഇങ്ങനെ എല്ലാം പഠിച്ചല്ലോ. ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം നമ്മുടെ ട്യൂമർ രജിസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ കാണാറില്ല. പണ്ട് കാലങ്ങളിൽ കണ്ട പോലെയുള്ള പണ്ട് കാലങ്ങളിലൊക്കെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷെ അതൊന്നും ഇപ്പം കാണാനില്ല. ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിത രീതികളോ ഒന്നും ഇന്ന് കേരളത്തിലില്ല. ഇന്ന് എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഒരേപോലെ ജീവിക്കുന്നവരാണ്. മനസ്സിലായില്ല? അവരുടെ ഭക്ഷണ രീതിയൊന്നും ഒരു വ്യത്യസ്തമൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണാനേ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് ക്യാൻസറിൻ്റെ അകത്തും അങ്ങനെ ഒരു വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തൊഴിൽ വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും തൊഴിൽ വിഭാഗങ്ങൾ നമ്മൾ ധാരാളം കാണാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ പ്രത്യേകിച്ചിട്ട് ചില പ്രത്യേക തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ തന്നെയാണ്. നമുക്കപ്പോൾ പല രീതിയിലുള്ള കെമിക്കൽസുമായിട്ടുള്ള എക്സ്പോഷർ വരുന്നവർക്കൊക്കെ അത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, അതേപോലെ തന്നെ ലുക്കീമിയാസ്, ബ്ലഡ് ക്യാൻസർ അങ്ങനെയൊക്കെ വരുന്ന കാണാറുണ്ട്. അതുപോലെ കേരളത്തിൽ അത്ര വലിയ സ്പെസിഫിക് ആയിട്ട് കാണാം. കേരളത്തിൽ ഒരു ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അത് സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്റ്റഡി ധാരാളം സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ സ്റ്റഡീസ് മാത്രമല്ല, നമ്മൾ പിന്നെ വലിയൊരു ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള ഗ്ലോബോകാൻ എന്ന് പറയുന്ന ഈ ട്രെൻഡ്സ് ഇൻ ക്യാൻസർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതുണ്ട്. അപ്പോൾ ആ ഗ്ലോബോകാൻ എല്ലാ 2 വർഷം കൂടുമ്പോഴും റിപ്പോർട്ട്സ് റിലീസ് ചെയ്യും. അപ്പം ലാസ്റ്റ് കഴിഞ്ഞ ഒരു 2-3 തവണത്തെ ഗ്ലോബോകാൻ റിപ്പോർട്ടിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ക്യാൻസർ കേസുകളുടെ എണ്ണം കൂടുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാരണം അത് വളരെ വ്യക്തമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് നമ്മുടെ ഒരു ജീവിത നിലവാരം കൂടുന്നതാണ്. ഇന്ത്യയിലത്തെ ജനവിഭാഗങ്ങളെ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളമാണ് ഒരു ജീവിത നിലവാരത്തിൽ വളരെ മേലെ നിൽക്കുന്നത്. അവിടെ ജീവിത നിലവാരം കൂടുന്നതിനനുസരിച്ചിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ എഫ്ലുവൻസ് പിന്നെ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മുടെ ഉപഭോഗം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂം ചെയ്യാണ്. നമ്മൾ ദേഹം അനങ്ങിയിട്ട് പണിയെടുക്കുന്നതില്ല. അതേസമയം നമുക്ക് എല്ലാം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ മേലനങ്ങാണ്ട് നമുക്ക് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വ്യായാമം ഒട്ടും ചെയ്യുന്നില്ല, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ധാരാളം മാനസിക സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ഒത്തു വന്നാൽ ക്യാൻസറിൻ്റെ എണ്ണം കൂടും. അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ലോണം ക്യാൻസർ കൂടും. പ്രത്യേകിച്ചും ഇപ്പോൾ IT മേഖലകളിൽ മറ്റു പല മേഖലകളിലും സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഇന്നൊരു കോമൺ ഫിനോമിന, അതും ഇതിനൊരു കാരണമാണ്. അതെ. അതിലെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിയർ പ്രഷർ എന്ന് പറയും. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, നിങ്ങളുടെ വീട് 2 നിലയുണ്ടെങ്കിൽ എൻ്റെ വീട് 2 നിലയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായില്ലേ? എനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അങ്ങനത്തെ ഒരു സംസ്കാരം ഇപ്പോഴും നമുക്ക് വരാത്തത് കൊണ്ടും മറ്റൊരാളുടെ ആയിട്ട് കമ്പാരിസൺ വരുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അപ്പം മാനസിക സംഘർഷത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ വെച്ചാൽ അല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് നിറയെ മാനസിക സംഘർഷം, പിന്നെ അത് നോക്കണം. കൗമാരപ്രായക്കാർക്ക് അതിന് വേറെ ടൈപ്പ് മാനസിക സംഘർഷം. പിന്നെ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം രോഗത്തിലേക്ക് നയിക്കുന്നത് മിഡിൽ ഏജിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സിന് മേലേക്ക് മാനസിക സംഘർഷം വരുമ്പോഴാണ് നമ്മളുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ജീനുകളും വീക്കായി. അപ്പൊ ആ ഒരു മാനസിക സംഘർഷം ഇതിനെല്ലാറ്റിനും കാരണമാണ്. സത്യം ഇത് കാണിക്കുന്നത് നമ്മൾ ഭൗതികമായി മുന്നേറുമ്പോഴും ജീവിതത്തിന്റെ ഗുണനിലവാരം താഴേക്ക് പോകുന്നത്. അതിലിപ്പം ആ ലോകത്തിന്റെ മാറ്റം കേരളത്തിലും പ്രകടമാണ്. ഇപ്പോൾ ലോകം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മതങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് വളരെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഈ പറയുന്ന ഇതിനൊക്കെ വിപരീതമാണ് പ്രായോഗിക തലത്തിൽ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ മതങ്ങളുടെ ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ വളരെ കുറഞ്ഞു വരികയാണ്. ദൈവവിശ്വാസമൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മളൊരു ലോജിക്കലി നമ്മൾ അതിനെ കാണാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ആചാരങ്ങളിലേക്ക് മാറി. അപ്പം പിന്നെ നമുക്ക് ഈ പണ്ട് കാലങ്ങളിൽ ആളുകളിൽ ഈശ്വര, ഗുരുവായൂരപ്പ, കൃഷ്ണ, അല്ലെങ്കിൽ എൻ്റെ അള്ള, അതൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം അത് വീക്കായതോട് കൂടിയിട്ട് ഒരു പിടുത്തം വിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മുഴുവൻ സ്വന്തമായിട്ട് തന്നെ നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് വിശ്വാസം എന്നുള്ളത്, ദൈവവിശ്വാസം എന്നുള്ളത് ഈ ഭൗതിക പുരോഗതിക്ക് വേണ്ടി. അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ അഭാവം നന്നായിട്ടുണ്ട്. അപ്പം അതൊരു മുന്നേറ്റമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പിന്നെ എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അത് വാസ്തവമാണ്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം ഇതിനകത്തുള്ള നല്ല വശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് കാര്യം. അതേപോലെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ആരോഗ്യത്തിൽ പ്രധാന ഘടകമാണല്ലോ പ്രതിരോധ ശേഷി എന്നുള്ളത്. ക്യാൻസർ രോഗിക്ക് സ്വാഭാവികമായിട്ട് അയാളുടെ പ്രതിരോധ ശേഷി കുറയും എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതെ, അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ചില പ്രതിരോധശേഷി നമുക്ക് പിന്നെ പലപ്പോഴും ചികിത്സേൻ്റെ ഇതുകൊണ്ട് തന്നെ ക്യാൻസർ കൊണ്ടും പ്രതിരോധശേഷി കുറയും, ചികിത്സ കൊണ്ടും പ്രതിരോധശേഷി കുറയും. പിന്നെ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള ആ ധൈര്യവും ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധശേഷിനെ ബാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം അസുഖം വരുമോ എന്ന് നമ്മളിങ്ങനെ സംശയിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അസുഖം വരും നമുക്ക്. അതേപോലെ പ്രതിരോധശേഷിയും അതന്നെ കുറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരും. എന്ന് വെച്ചിട്ട് പ്രതിരോധശേഷി അല്ല, നമ്മൾ ഒരു പ്രശ്നം വരില്ല എന്ന് വെച്ചിട്ട് മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിലല്ല കാര്യങ്ങൾ. പക്ഷേ ഈ നമ്മുടെ പ്രതിരോധശേഷിനെ ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മൾ നല്ല ശുദ്ധമായ നല്ല ഭക്ഷണം, നല്ല അത്യാവശ്യം ആവശ്യമുള്ള വ്യായാമം, അതേസമയം നല്ല ഒരു മാനസികാവസ്ഥ, ഇത് 3 കൂടി എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റുള്ളൂ. ഈ 3 ഘടകങ്ങളും ഒരു ക്യാൻസർ രോഗിയിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പം അതെങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഹോർലിക്സ് വാരി കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കും. ഇതൊന്നും അല്ല നല്ല ഭക്ഷണം. നമ്മുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധാരണ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സ് ചെയ്യാത്ത ഫുഡ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പം അത് നമ്മൾ പിട്ടും കടലയും കഴിക്കുക, അല്ലെങ്കിൽ പിട്ടും പയറും കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം കൂടി ആകുമ്പോഴത്തേക്ക് അത് പപ്പടവും പിന്നെ മുളകും ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവുന്നു. അത് നമ്മളൊരു സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതിനെ നമുക്ക് ഒരു പ്രോട്ടീൻ പൗഡർ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഹോർലിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല.
അപ്പൊ അത് ആ രീതിയിൽ നമ്മൾ മാർക്കറ്റിന് അധികം അടുക്കളയിലേക്ക് അടുപ്പിക്കാതിരിക്കുക. അപ്പൊ ക്യാൻസർ രോഗികൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ആംബേ പൗഡർ വാങ്ങിക്കാൻ പോവുക അല്ലെങ്കിൽ ഹോർലിക്സ് വാങ്ങിക്കാൻ പോകുന്നല്ല ചെയ്യേണ്ടത്. പകരം അവർ സാധാരണ ഭക്ഷണം തന്നെ അത് കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത് ബാലൻസ്ഡ് അല്ലേ, നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്ത് വേണ്ടത്ര കാർബോഹൈഡ്രേറ്റ് ഇല്ലേ, വേണ്ടത്ര പ്രോട്ടീൻ ഇല്ലേ, വേണ്ടത്ര ഫാറ്റ് ഇല്ലേ, വേണ്ടത്ര മൈക്രോ ന്യൂട്രിയൻസ് ഇല്ലേ, ഇത് നോക്കിയാൽ മതി. ഇതൊന്നും തന്നെ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ പ്രോസസ്ഡോ ആയിട്ടല്ല കഴിക്കേണ്ടത്. പകരം നാച്ചുറലി നമ്മൾ കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കണം. അതാണ് അതിനകത്തുള്ളത്. ഈവൻ സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഘടകങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തു നോക്കിയിട്ടുള്ള സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി പകുതിക്ക് വെച്ച് നിർത്തി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി ചെയ്യുന്നവരുടെ അകത്ത് മോർട്ടാലിറ്റി മരണസംഖ്യ കൂടുന്നു എന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് ഈ നാച്ചുറലായിട്ട് ഭക്ഷണം കഴിക്കേണ്ടിയിരുന്ന അതിൻ്റെ പ്രാധാന്യം ലോകത്തിന് അറിഞ്ഞു തുടങ്ങിയത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഭക്ഷണത്തിന്റെയും മറ്റു ഭൗതിക കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ഗുണനിലവാരം, കാരുണ്യം, വെറുപ്പില്ലായ്മ, സഹാനുഭൂതി, ഇത്തരം കാര്യങ്ങളും കൂടി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ നമ്മൾ പല സ്പോർട്സ് പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ട്. ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അതുമാതിരിയുള്ള അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെ പെർഫോം ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസിൻ്റെ അഭാവം, കപിൽ ദേവിനൊക്കെ പറ്റിയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അത് വെച്ചാൽ ഒരു ഫിറ്റ്നസിൻ്റെ അഭാവം കൊണ്ട് അവർ കളിയിൽ നിന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല അവർക്ക് പലർക്കും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ദേ ഹാവ് കെപ്റ്റ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അവരുടെ മെൻ്റൽ കാര്യങ്ങളൊക്കെ വളരെ ഇതായിരുന്നു, മറ്റുള്ള പ്രശ്നങ്ങളിലൊന്നും പെടാതെ എല്ലാം അങ്ങനെ അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിത്യ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിയായ മനസ്സിൻ്റെ ആരോഗ്യം കിട്ടുള്ളൂ. പല വലിയ ആളുകളും, അതായത് വലിയ പൊസിഷനിലെത്തിയ ആളുകളും അവർ വിദ്വേഷം വെക്കില്ല. അവരുടെ ഒരു ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു വിദ്വേഷം വെക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചുമായിരിക്കണം, അപ്പം നിങ്ങളത് എന്നാൽ പിന്നെ അവനൊരു പണി കൊടുത്തേ മതിയാവൂ എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്തേണ്ടതിൽ എത്തില്ല. അതേസമയം ഇവർ അതൊന്നും ശ്രദ്ധിക്കില്ല. അവൻ ഉപദ്രവിക്കുന്നുണ്ട്, അവൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവമാണ്, ഒരു രക്ഷയില്ല, അയാളെ കൊണ്ട് ഒക്കെയാണ്. പക്ഷേ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പോയാൽ നമുക്ക് സമയം കിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ വിൽ റീച്ച് അറ്റ് എ വെരി ഹൈ ലെവൽ, അല്ലെങ്കിൽ ഒരു ലെവലിലെത്തും, ഒരു സക്സസ് ഉണ്ടാവും അവർക്ക്. അതേസമയം മറ്റവൻ ഇങ്ങനെ നോക്കി ഇവനെ ഇനി അടുത്ത പണി എന്താ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവൻ പിന്നോട്ടും പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ഈ എല്ലാ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ മാനസികാരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അസുഖത്തിനെ തടയാനുള്ള കഴിവ്. നമ്മൾ പലപ്പോഴും കണ്ടില്ലേ ഭയങ്കര ക്ഷീണമാണെന്ന് പറയും. അങ്ങനെ ക്ഷീണമാണെന്ന് പറഞ്ഞു വരുന്നവർ ഒരു ദിവസത്തിൽ നമ്മളിപ്പോൾ ഒരു 100 രോഗികളെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 20-30 രോഗികൾ ഏകദേശം ഈ കംപ്ലയിൻറ്റുമായിട്ട് വരുന്നവരാണ്. ക്ഷീണമില്ലാത്തവരാരുമില്ല. അപ്പം ഞാനിത് ഈ രോഗികൾ പറയുമ്പോൾ തന്നെ ഞാൻ പറയും, ഇന്ന് ക്ഷീണമില്ലാത്തവർ ഇതുവരെ വന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു, നിങ്ങൾ വന്നല്ലോ എന്ന് പറയും. അപ്പം നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വേഗം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കുന്നു, മറ്റേ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോക്കുന്നു, മറ്റേ എല്ലാം നോക്കുന്നു, എല്ലാം നോർമലായിരിക്കും. അപ്പോൾ എന്താ ക്ഷീണം കഴിഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഉണർവില്ല ഡോക്ടർ. ഈ ഉണർവ് കാരണം തന്നെ എന്താ സംഭവം, ഉണർവ് എന്ന് പറഞ്ഞാൽ ആ ഉണർവ് എന്ന് പറയുന്നത് നമ്മൾ ചുറുചുറുക്കോട് കൂടിയിട്ട് എഴുന്നേറ്റിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവർക്കൊരു മൂഡ് ഓഫ് ആണ്, അത് നമ്മൾ ചെയ്യാനുള്ള ഇതാണ്. നല്ല സാമൂഹ്യ ബന്ധങ്ങളുടെ അഭാവം. അപ്പോൾ ചിലവർ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് പാടെ തന്നെ എല്ലാവരും വിളിച്ച് ഹലോ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് റെഡിയായി ഉടനെ ഓഫീസിൽ പോകേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന അന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നേരത്തെ ഒരു ധാരണയുണ്ടാവും. അപ്പോൾ അതെല്ലാം അതിനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് എഴുന്നേക്കുന്ന തന്നെ നമ്മൾ വളരെ ഊർജ്ജമായിട്ടാണ്, അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ടാണ് എഴുന്നേക്കുന്നതും വർക്കിന് വേണ്ടി ഓടുന്നതും. അതാണ് പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഞാൻ ചിലപ്പം ചില സമയത്ത് ഞാൻ എൻ്റെ കുറേ ഇതിനൊക്കെ പോകും, നമ്മുടെ ലെക്ചേഴ്സിന് ഇതേമാതിരി കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം 2-3 ദിവസമൊക്കെ മാറി നിൽക്കും. ചിലപ്പോൾ ആഴ്ച, US ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെന്ന് നമ്മൾ ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, പേഷ്യൻസ് എല്ലാം കാണാം. അപ്പം ചിലപ്പം രാത്രി 12 മണി വരെയൊക്കെ നമ്മൾ കാണും ആളുകളെ. അപ്പം ഈ ലാസ്റ്റ് രോഗിയും പറയും, സാറേ എങ്ങനെ ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, രാവിലെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നത്, നമ്മൾ തന്നെ ടയേർഡാണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
നമ്മളത് ആ വർക്ക് എൻജോയ് ചെയ്യുന്നത്, നമ്മളൊരു പാഷനോട് കൂടിയിട്ട് നമ്മൾ ഇത് എൻജോയ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം അറിയില്ല. അപ്പം അത് മാനസിക നിലയാണ് അത് കാണിക്കുന്നത്. അപ്പം ഈ മാനസിക നില നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നിടത്തോളം നമുക്ക് അസുഖം ഉണ്ടാവില്ല. അത് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതേപോലെ ഡോക്ടറുടെ എന്ന് എഴുതിയ പുസ്തകമുണ്ടല്ലോ, ക്യാൻസർ കഥ പറയുമ്പോൾ അതിൽ വായിച്ചൊരു കാര്യമാണ്, ഡോക്ടർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ഒരു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു കേന്ദ്രം, അവരുടെ കാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടി കേന്ദ്രം തുടങ്ങിയപ്പോൾ അത് തൊട്ടടുത്ത് താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷന് എതിർപ്പുകൾ ഉണ്ടാവുകയും കീമോതെറാപ്പി ചെയ്യുന്ന രോഗികളുടെ മലത്തിലൂടെ ഇത് ക്യാൻസർ പകരുമെന്ന ധാരണ ഉണ്ടായിരുന്നു. രോഗികളെ നിത്യേന കാണുന്നത് പലർക്കും അസുഖകരമായ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ നഗരസഭ ഇടപെട്ട് ആ കേന്ദ്രം പൂട്ടിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ക്യാൻസറിനെ പറ്റി ഇന്ന് നിലനിൽക്കുന്ന മിഥ്യാധാരണകൾ, അതുപോലെ തന്നെ രോഗികൾ നേരിടുന്ന സാമൂഹിക ഇതുപോലുള്ള ബഹിഷ്കരണങ്ങളെ പറ്റിയും ഡോക്ടറുടെ അനുഭവം എന്താണ്? അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2014-15 കാലഘട്ടങ്ങളിലാണ്. പക്ഷേ അന്നും നമ്മൾ കോഴിക്കോട് സിറ്റിയുടെ നടുവിലുള്ള സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോഗികൾക്ക് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ പലരും മാസങ്ങളോളം ആശുപത്രി കിടക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ ക്യാൻസറൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു, സംബന്ധി കഴിച്ചാൽ കുറച്ചും കൂടി നമ്മുടെ സ്റ്റാഫ് വീട്ടിൽ നിന്ന് സംബന്ധി അരച്ചുകൊണ്ടിരുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പം വിദേശ രാജ്യങ്ങളിൽ പല ദിക്കിലും ഇത്തരം ക്യാൻസർ ചികിത്സിക്കുന്ന സെൻറ്ററിനോട് അടുത്ത് ഇവർക്ക് കോമൺ ആയിട്ട് താമസിക്കാനുള്ള, രോഗികൾക്ക് കോമൺ ആയിട്ട് താമസിക്കാനുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും, കോമൺ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മറന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത് ചികിത്സേനെ നന്നായിട്ട് ഒരു പ്രധാന ഘടകമാണ് ചികിത്സയുടെ വിജയത്തിന്. അപ്പം ചെലവും അവർക്ക് കുറക്കും, വളരെ അതെ. അപ്പം അങ്ങനത്തെ ഒരു കാര്യം നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു. അത് കഴിഞ്ഞാൽ നമ്മളത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ ആ പശ്ചാത്തലത്തിൻ്റെ അത് ഇന്നും ഭീകരമായിട്ട് അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊരു മാറ്റം വരണം. ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിൽ ഭീതി വരുന്നു. അത് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ തുടങ്ങുമ്പോൾ ഇതിന് ക്യാൻസർ സെൻറ്റർ ഇടണോ പേരിടണോ എന്നുള്ളതിനെ പറ്റി ഭയങ്കര ഡൗട്ടായിരുന്നു. MVR, അതെ. അപ്പം ഇതിനകത്ത് അതായത് MVR എന്നുള്ള പേരിലല്ല, ക്യാൻസർ എന്നുള്ള പേരിടണോ വേണ്ടിയോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഭയങ്കരമായത്. അപ്പം ഞാൻ അന്നേരം എപ്പോഴും നിർബന്ധമായിട്ട് പറയും, നമ്മൾ എത്രയോ കാലമായി ഇതിനെ ക്യാൻസറിൻ്റെ പേടി മാറ്റാൻ വേണ്ടി നടക്കുന്നു, ഇനിയും അത് മാറാൻ ഇതായില്ലെങ്കിൽ നമ്മളത് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ക്യാൻസർ സെൻറ്റർ എന്നുള്ള പേരിടാൻ കാരണം. പക്ഷേ ഇപ്പോഴും ധാരാളമായിട്ട് ക്യാൻസർ സെൻറ്ററിലേക്ക് വരാൻ പേടി കൊണ്ട് വളരെ എന്താ പറയുക, ഏറ്റവും ആധുനികമായിട്ടുള്ള നല്ല തരത്തിലുള്ള ചികിത്സ കിട്ടാതെ ചെറിയ ചികിത്സയിൽ സംതൃപ്തരാകുന്ന ധാരാളം പേരുണ്ട്. അപ്പം ഇപ്പോഴും ഒരു ദിവസത്തെ OP ഒരു 10-30-40% ആളുകളും വരുന്നത് റിപ്പോർട്ടുമായിട്ട് രോഗീനെ അറിയിക്കാതെ, രോഗീനെ വീട്ടിൽ വെച്ചുകൊണ്ട് എവിടെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് ആരോടും പറയാതെ ഇവിടെ വന്നിട്ട് രോഗീനെ കൊണ്ടുവന്നിട്ടില്ല സാർ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം രോഗിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. മിക്കപ്പോഴും എന്താ സംബന്ധിച്ചാൽ 10-70 വയസ്സുള്ള അച്ഛൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരെ ഇവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടുള്ള, ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന് ഒരു അസുഖം കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയിക്കാതെ ഈ പറഞ്ഞ ആദ്യമായിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന മക്കൾ ഈ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് അച്ഛനെ അറിയിക്കാതെ വന്നു. അപ്പം അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ചിരി ഇരിച്ചിട്ട് ഉത്തരം പറയാണ്ട് ഒഴിഞ്ഞു മാറാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പം ഉറപ്പാണ് അവർ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല, ചികിത്സ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നില്ല, അച്ഛനെ അറിയിക്കാനും പാടില്ല. അതാണ്. അപ്പോൾ കിട്ടുന്ന പല നല്ല ട്രീറ്റ്മെൻറ്റുകളും കിട്ടുമായിരുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ഉപേക്ഷിക്കും. ഈ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമുക്ക് രോഗികൾ ഒറ്റപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. രോഗികൾ ഒറ്റപ്പെടുന്നത് ധാരാളം ആവുന്നതാണ്. രോഗികൾ ഒറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ രോഗികളെ ഈ പറഞ്ഞ പകരുന്നു എന്നുള്ള മാത്രമല്ല, അതല്ലാതെ രോഗികളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് അവരിലൊരു ടെൻഷൻ കൊടുത്തിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരു നല്ലൊരു സംഭവമുണ്ട്.
അതായത് ഇപ്പോൾ ഒരു സ്ത്രീക്ക് അസുഖം വരുമ്പോൾ അവൾക്കത് വേണം, അവൾക്കത് കിട്ടണം, അവളുടെ കളി അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ട് എന്നിട്ട് പിന്നെ അവരെ നീ അറിഞ്ഞില്ലേ മറ്റവർ ഇങ്ങനെ അസുഖമായിരുന്നു എല്ലാം മാറി എന്ന് പറഞ്ഞാണ് ഇപ്പം ആദ്യം വന്ന് ചത്തുപോയി മരിച്ചുപോയി എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് തളർത്തുന്ന സംസാരങ്ങൾ കൊണ്ട് ധാരാളം വേദനിപ്പിക്കുന്ന ഒത്തിരി പേരെ കാണാം അവർക്ക് ചുറ്റും. അത് അതിൻ്റെ ഒരു ഭാഗം. സാമൂഹിക പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ അവരെ ഒരു സപ്പോർട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ അവരെ എങ്ങനെ നേരിടണം എന്നറിയാതെ വിഷമിക്കുന്ന ഒരുപാട് ഇതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ ഒരു എക്സ്ക്യൂസിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ധാരാളം പേരുണ്ട്. അദ്ദേഹത്തിന് അസുഖമാണ്, പക്ഷെ ഞാൻ പിന്നെ പോയില്ല, അദ്ദേഹത്തോട് സംസാരിച്ചില്ല, എങ്ങനെ സംസാരിക്കാതെ അറിയില്ല, അല്ലെങ്കിൽ വിളിക്കണോ വിളിക്കാതിരിക്കുകയോ അങ്ങനെ. ഇതിന് ഒരു പ്രോട്ടോക്കോളൊന്നുമില്ല. ഇത് നമ്മൾ അല്ലേ അല്ലെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ വിളിക്കുക. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിന് ക്യാൻസർ വന്നു. എൻ്റെ ഡോക്ടറാണ്, ആൾ വളരെ നന്നായിട്ടാണ് നേരിട്ടത്. പക്ഷേ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിളിക്കുക ചെയ്തത്, നേരെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഈ സംശയങ്ങളൊന്നുമില്ല, ഇത് നമ്മളെ വിളിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുണ്ടോ അങ്ങനെ. ഞാൻ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു എല്ലാ നമ്മൾ സാധാരണമായിട്ട് സംസാരിച്ചു. അത് അസുഖത്തിൻ്റെ വിവരം ചോദിച്ചു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം ഇത് ചെയ്തു. ഇതെന്താ വെച്ചാൽ അത് വളരെ ആവശ്യമാണ്. വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് ഇത് ചെയ്യുകയും പിന്നെ പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇനി അടുത്ത അസുഖം മാറിക്കഴിയുമ്പം പല കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് ചെയ്യാനുള്ളതിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് അവരിലൊരു പോസിറ്റീവ് ചിന്ത എന്തായാലും ഉണ്ടാക്കും. അപ്പം നമ്മളത് ചെയ്യണം അതെപ്പോഴും. അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഈ രോഗം വരുമ്പോൾ ഈ ചികിത്സാ ചെലവും കൂടി ഒരു പ്രശ്നമല്ലേ? ശരി. പിന്നെ അതൊരു സംശയമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം പിന്നെ ഒരു ക്യാൻസർ ചികിത്സകൻ 25 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക പേടിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രോഗിക്ക് പിന്നെ അസുഖം നമ്മൾ കണ്ടുപിടിക്കുകയും ആ അസുഖത്തിൻ്റെ ചികിത്സയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല ഗുണം ചെയ്യും എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പിന്നെ ലുക്കീമിയ, ആ ലുക്കീമിയക്ക് ഇപ്പം വന്നിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മുമ്പത്തെ ട്രീറ്റ്മെൻറ്റിനെ കാട്ടിയും വളരെ മുന്നിലാണ് എന്ന് വിചാരിക്കുക. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും മനസ്സ് പിടയ്ക്കുകയും ഞാനത് പറയാൻ രോഗിയോട് പറയുന്നത് തന്നെ വളരെ വിഷമത്തോട് കൂടിയിട്ട് വേണം പറയാം. അത് എന്നിലുണ്ടാക്കുന്ന വിഷമം എന്ന് പറയുന്നത് വളരെ വളരെ ഇതാണ്. ഞാൻ ഇപ്പോഴും പേടിക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് ആ സിറ്റുവേഷൻ മനസ്സിലായില്ലേ? അതായത് മുമ്പത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ ഇൻഫീരിയർ ആണെന്ന് മനസ്സിലാവുകയും പുതിയ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവാണ്, രോഗിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അത് അഫോർഡബിൾ ആവുന്നത്. ഇതിലും വിഷമമുള്ളൊരു സംഭവം ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മാത്രമല്ല കുടുംബത്തെ സംബന്ധിച്ച് ഇയാൾക്ക് നിത്യദിന ജോലിക്ക് പോകാതിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു ചേരുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇത് വാങ്ങിക്കാൻ കഴിവുള്ളവർ ആരും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് മകന് ക്യാൻസർ ബ്രെയിനിന് ക്യാൻസർ വന്നപ്പോൾ അതിൻ്റെ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയോട് അപേക്ഷിക്കേണ്ടി വന്നു. അതായത് വൈസ് പ്രസിഡന്റ് ഒബാമേൻ്റെ. അങ്ങനെയാണ് ഒബാമ പിന്നീട് അത് അവിടെ കുറേ റെസ്ട്രിക്ഷനൊക്കെ കൊണ്ടുവന്നത്. ഈ മരുന്ന് വാങ്ങിക്കാൻ അയാളന്ന് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഈ കമ്പനിയോട് അപേക്ഷിക്കേണ്ടി വന്നു മരുന്ന് പൈസ കുറച്ചിട്ട് കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ്. അത്ര ഭീകരമാണ് നമ്മുടെ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഡോക്ടർ നാരായണകുട്ടിക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിചാരിച്ചാലോ നടക്കുന്ന കാര്യമല്ല. അതിനെതിരായിട്ടൊരു ഇത് വേണം. പക്ഷെ അതിൻ്റെ മറ്റൊരു സൈഡുണ്ട്. ഇത്തരം കമ്പനികളുടെ ആർത്തി ഉള്ളത് കൊണ്ടാണ് കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇല്ലാതെ ലാഭം കിട്ടുന്നിടത്തല്ലേ ഇത്തരം കാര്യങ്ങൾ വരൂ. പക്ഷെ എവിടെയൊക്കെ മെഡിക്കൽ എത്തിക്സ് എന്നുള്ള ചോർന്നു പോകുന്നു. അതേപോലെ ഇത്തരം കാര്യങ്ങളും പരിഗണിച്ചായിരിക്കുമല്ലോ ഡോക്ടറുടെ മുൻകൈയിൽ പ്രതീക്ഷ എന്നുള്ളൊരു സംഘടനയ്ക്ക് ഡോക്ടർ രൂപം നൽകിയത്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചുരുക്കി പറയാമോ? പ്രതീക്ഷ എന്ന് പറഞ്ഞ സംഘടന ശരിക്കും രൂപീകരിക്കപ്പെടുന്നത് 2002-ലാണ്. അപ്പം ആ സമയത്ത് ഡോക്ടർ മെഡിക്കൽ കോളേജുള്ള സമയത്ത്. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നം നിങ്ങൾ ഈ പറഞ്ഞ സാമൂഹിക പ്രശ്നം, രോഗികൾക്ക് വിശ്വാസമില്ല. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അവസാന ഇതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രോഗികൾ രക്ഷപ്പെടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആൾക്കാരെ മാറ്റിയെടുക്കുന്ന ആ സ്ഥിതിയിലേക്ക് എത്തുന്നത്. അപ്പം ആ സമയത്ത്
ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആരും ചികിത്സിക്കില്ല. എന്ന് വെച്ചാൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല, ആളുകളൊക്കെ ഇത് ചെയ്ത് പോവാം. തീരെ ധൈര്യമില്ല മനുഷ്യൻ്റെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇത് നല്ല രീതിയിൽ ചികിത്സിക്കാൻ തുടങ്ങുകയും ആളുകൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ രോഗികൾ എന്നെ മുൻകൈ എടുത്തിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന സംരംഭം, അതായത് ഈ പറഞ്ഞ ഒരു സംഘടന. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ രോഗികൾ പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അസുഖം വന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ സാറിൻ്റെ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു, എനിക്ക് മാറി. പക്ഷേ സാറിനത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര വിശ്വസിച്ചോളുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങൾ കണ്ടില്ലേ, എന്നൊക്കെ നോക്കൂ, ഞാൻ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് രോഗികൾക്ക് ഉണ്ടാക്കുന്ന, പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരാൾക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം, അത് ഡോക്ടർ രോഗിയോട് പറയുമ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അത് വളരെ ശരിയായിരുന്നു. പിന്നീട് പിൽക്കാലങ്ങളിൽ അത് വളരെ വളരെ ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ഡോക്ടർ അവരുടെ കൂടെ യാത്രയൊക്കെ പോകാറുണ്ട്? ധാരാളം പറഞ്ഞു. എല്ലാ വർഷവും നമ്മൾ യാത്ര ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടിയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അവരെ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. നമ്മളെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മൾ യാത്രകളും ചെയ്യാറുള്ളത്. നമ്മുടെ കുടുംബവും അവരുടെ കുടുംബവും എല്ലാവരും കൂടിയിട്ടാണ് യാത്രകൾ സംഘടിപ്പിക്കാറുള്ളത്. ആ യാത്രകളുടെ അത് നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, ക്യാൻസറിനെ പറ്റിയുള്ള ബോധവൽക്കരണം അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊരു വിനോദയാത്ര നടത്തിയിട്ടാണ് നമ്മൾ സാധാരണ മടങ്ങി വരാറുള്ളത്. ഇങ്ങനെ തൻ്റെ മുന്നിലെത്തുന്ന രോഗി ഒരു കുടുംബാംഗം പോലെ കരുതുന്ന ഡോക്ടർക്ക് തീർച്ചയായിട്ടും അപൂർവമായതും ഹൃദയത്തെ സ്പർശിച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവതരിപ്പിക്കാൻ കഴിയും? ഇതിൽ ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള അനുഭവം തന്നെയാണ്. അതിലപ്പുറം ഒരു അനുഭവം വളരെ എനിക്ക് തോന്നില്ല അങ്ങനെ കിട്ടുമോ എന്നുള്ള. പക്ഷെ അതെന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടാവുമെന്നുണ്ട്. പക്ഷെ എന്നാൽ അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കാര്യമാണ്. അതെൻ്റെ ഒരു രോഗി, ഒരു 70 വയസ്സുള്ള അമ്മ, ഞാൻ പനിച്ചിട്ട് അവർ അഡ്മിറ്റഡാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അപ്പം ഞാൻ പനിച്ചിട്ട് 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. അപ്പം എനിക്കൊന്ന് പിന്നെ ഞായറാഴ്ച വരുന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിങ്കളാഴ്ച ഞാൻ വളരെ നേരത്തെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അതിരാവിലെ ഒരു 7 മണി സമയത്ത് തന്നെ പോയി റൗണ്ട്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒ പിയിലത്തെ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കോഡ് ബ്ലൂ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഏതോ ഒരു രോഗിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രോഗീനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ എൻ്റെ വാർഡല്ലായിരുന്നു അവർ. പക്ഷെ അവർ ഈ പറഞ്ഞ രോഗി ആ വാർഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അവർ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് രാവിലെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് അടിച്ചു. അപ്പോൾ അതിനാണ് വിളിക്കുന്നത്. അപ്പം ഞാനത് എൻ്റെ രോഗി അല്ല എന്നുള്ള ധാരണയിൽ, ഇത് മൈക്കിലെ കൂടെ അനൗൺസ്മെൻറ്റ് കേൾക്കുകയല്ലേ ഉള്ളൂ. അപ്പം ഞാനുള്ള ധാരണയിൽ ഞാൻ പേഷ്യൻറ്റിനെ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്, സാറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ ഓടി അവിടെ എത്തിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രോഗിക്ക് ചുറ്റും മറ്റേ റെസിസ്റ്റേഷൻ ടീമുണ്ട്. അപ്പം പെട്ടെന്ന് ഒരാൾ വന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചിലത് ചെയ്യാൻ പാടില്ലെന്നാണ് വെച്ചാൽ അവരുടെ ഒരു സിങ്ക്രോണസ് മൂവ്മെൻ്റ് ആണ്, അത് തടസ്സപ്പെടുത്താൻ പാടില്ല. അവർ പെട്ടെന്ന് സ്മാർട്ടായിട്ട് ഇവരെ റെസിസ്റ്റേറ്റ് ചെയ്ത് അവർ ഇത് ചെയ്തു. അപ്പം ഞാനിങ്ങനെ രോഗീൻ്റെ ബെഡിൻ്റെ കാലിൻ്റെ അടുക്കം നിൽക്കുക വെച്ചാൽ അവിടെയാണ് ഒന്നും ചെയ്യാത്ത കുറച്ച് ഒരു സ്പേസ് വരെയുള്ളത്. അപ്പം ഇവരിങ്ങനെ കണ്ണ് തുറന്നു കേട്ടോ. ആ കാർഡിയാക് അറസ്റ്റ് അവർ ഇത് കണ്ണ് തുറന്നപ്പോൾ എന്നെ കണ്ട്. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു, സാറിൻ്റെ പനി മാറിയോ? അത് ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും എന്താ പറയുക കണക്ഷൻ ഭയങ്കര. അതാണ് നമ്മളിപ്പോൾ എത്രത്തോളം ഒരാളെ സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് തിരിച്ച് കിട്ടും നമ്മുടെ സ്നേഹം. അത്രത്തോളം അല്ല പറയാൻ, പിന്നെ 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് രോഗത്തെ തിരിച്ചറിയുക മാത്രമല്ല, മരുന്ന് കൊടുക്കലിനപ്പുറം ഒരുപാട് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ ഇനിയും ഡോക്ടർക്ക് കഴിയും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.